ഉപ്പും മുളകും co-powered by Q Developers and 24news.com. കേശു വാടാ നിക്ക് ദാ വരുന്നു ചേച്ചി. റെഡിയായാ? പെട്ടെന്ന് ഇറങ്ങാൻ നോക്ക്. ലേറ്റ് ആയിട്ടാ, അത് അവളുടെ ആണേ. അച്ഛൻ എന്തിയാ? അച്ഛൻ രാവിലെ പുറത്തേക്ക് പോകണം പറഞ്ഞു. എന്റെ സിപ്പൊക്കെ എന്താ പൊട്ടിയാ? പൊട്ടിയില്ല, അതങ്ങനെ ഇരിക്കുന്നുണ്ട്. പോട്ടാ. ബൈ ബൈ അമ്മ. ടാറ്റാ. പോട്ടാ അമ്മ. ബൈ ബൈ. എന്ത് നേരം വൈകിയാ? ആ ലേറ്റ് ആയി. ആ സൂക്ഷിച്ചു പോട്ടാ. എവിടെ പോയതാ രാവിലെ? ഞാൻ ഞാൻ ജംഗ്ഷൻ വരെ പോയി. രാവിലെ എന്തിനാ ബാസിയെ കാണാൻ പോയ? ബാസിയെ കാണാൻ പോയതാ? ഇനി ജംഗ്ഷന് വരെ പോയി. നീ തോന്നുന്നു ഒരുമാതിരി പോലീസുകാരന്മാരെ പോലെ ചോദിക്കണേ. ആ ഞാൻ പോലീസാ. പോലീസിന് പറ്റാളാ പാടുന്നു. ബാലു, ചായ ഇട്ട് വെച്ചിട്ടുണ്ട് അടുക്കളയിൽ. ബ്രേക്ക്ഫാസ്റ്റ് മേശപ്പുറത്ത് ഇരിപ്പുണ്ട്, എടുത്ത് കഴിച്ചോ. ഞാൻ പോവാ. കാശ് കാണോ? ഇല്ലല്ലോ, മൊബൈലുണ്ട്. ബാലു, നിങ്ങൾ എൻ്റെ കാശ് എടുത്തായിരുന്നാ ബാഗിൽ നിന്ന്? പിന്നെ നിന്റെ കാശ് എടുത്താണ് ഞാൻ ജീവിക്കണേ. ഇവിടെ അന്തസ്സാണ് ജോലികളുണ്ട്. അതിനകത്ത് ഇട്ടിരുന്ന കാണില്ല, അതുകൊണ്ട് ചോദിച്ചതാ. ഞാൻ എടുത്താ. ഒരു 100 രൂപ തരുമോ? ഒരു 100 രൂപ തരുമോ? 10-34 ശമ്പളം വാങ്ങിക്കണവള് എൻ്റെ അടുത്ത് 100 രൂപ നാണം ഉണ്ടായി. 100 രൂപയല്ലേ ചോദിച്ചോളൂ, തരാൻ പറ്റുമോ? 100 രൂപ ചോദിച്ചാൽ ഇത്രയും ജാട കാണിക്കും. ഞാൻ ആരെ ഓശാരത്തിലാണ് ജീവിക്കണം. എല്ലു മുറിയെ പണിയെടുത്താണ് ഞാൻ ജീവിക്കണം. ഞാൻ പോണ്. അതെ, വൈകിട്ട് കുട്ടികൾ വരുമ്പോൾ ഞാൻ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യണ്ട. അവർക്ക് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുത്തേക്ക്. അതുപോലെ ലച്ചു വൈകിട്ട് വൈകിയേ വരുള്ളൂ, അവൾ ട്യൂഷനും ഉണ്ട്. ഇവിടെ ഇങ്ങനെ കുത്തിരിക്കാതെ പോയി കുളിക്കാൻ നോക്ക്. നീ എന്നെ കുളിപ്പിച്ച് കിടത്തണ്ട, ഞാൻ കുളിച്ചോളാം. വലിയ ഓർഡർ ഇട്ടിട്ട് പോവേണോ? കൽപ്പന തളർന്നു ഓടി. പിന്നെ അവിടുന്ന് ഇത്ര ദൂരം നടന്നേരം തളർച്ച. എന്ത് അവിടെ ഇത്ര ദൂരം നടന്നു തളരത്തില്ലേ? ഓഹോ, ഞങ്ങൾ എപ്പോ ഒന്ന് കയറിയാലും അച്ഛൻ ചോദിക്കും ലച്ചേച്ചി എവിടെ, ലച്ചേച്ചി എവിടെ നിന്ന്. അച്ഛൻ അറിയത്തില്ല അച്ഛാ ലച്ചേച്ചി ട്യൂഷന് പോയിരിക്കുമെന്ന്. സ്നേഹം കണ്ടാ തോന്നും. ഡ്രസ് മാറ്റി കഴിക്കാനുള്ള എടുത്തു തരാം. എനിക്ക് കഴിക്കാനൊന്നും വേണ്ട, വിശക്കുന്നില്ല. വിശക്കണില്ലേ? ഇല്ല. നീ എന്നാണ് ഇത് പറയണേ? എനിക്ക് വിശക്കുന്നില്ല അച്ഛാ, ഞാൻ എന്താ ഇവിടെ എന്താ കഴിച്ചെന്താ പൊടി ഇരിക്കുന്നത്? 2 എന്താ എന്താണ് ഗ്യാസ് ശിവ കള്ളം പറയല്ലേ? ഒന്നുമില്ല, സത്യം അച്ഛാ. ഞങ്ങളുടെ സ്കൂളിലാണെങ്കിൽ ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. ആ ഫംഗ്ഷനിൽ പപ്സും ഉണ്ടായിരുന്നു. ഞങ്ങൾ വരുന്ന വഴിക്ക് തിന്നോണ്ടോ എടുത്തായിരുന്നു. പിന്നെ അമ്മ വരുമ്പം പറയല അച്ഛൻ ഉണ്ടായിരുന്നില്ലെന്ന്. എനിക്ക് അവിടെ പണിയുണ്ട്. എപ്പോഴാ പണിയില്ലായിരിക്കണേ? അപ്പടെ സ്കൂളിന്റെ അത്ര ഇല്ല. എടാ, എന്റെ അടുത്ത പൊടിയൊക്കെ പോയാ? എല്ലാം പോയി. ലച്ചു വൈകുന്നേരത്തേക്ക് എന്തെങ്കിലും എടുത്തോണ്ട് പോയിക്കോ. എനിക്ക് വേണ്ട. സമയമായി, വേഗം പോവാൻ നോക്ക്. പിള്ളേര് വരണ്ടേ? കേശു, ഇവ എന്തോന്ന് കിടന്ന് ഓടണേ? എന്റെ മാമ കുട്ടുവാന്റെ ഭ്രാന്ത് പോലും പിടിച്ചാ. ഇറങ്ങിയില്ല ഇതുവരെ. തള്ള വന്ന് എടി പിള്ളേരെ പിടിച്ചിറങ്ങി കൊണ്ട് ഒന്ന് ഇറങ്ങി. ശിവ, കേശു പെട്ടെന്ന് ഇറങ്ങാൻ നോക്കിയേ. ഇറങ്ങാമേ. പോടാ, പൊക്കണം തൂക്കിക്കൊണ്ട് പോടാ. ബാലു, ഈ ശിവ കേശു എന്തോ ഒപ്പിക്കണ്ട. എല്ലാ ദിവസവും ഇപ്പൊ വൈകിയാ പോണേ. ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്, എന്തോ കാര്യമുണ്ട്. അല്ല നിനക്ക് പോണ്ടേ? പിന്നെ പോണ്ടേ ബാലു. പിന്നെ ആ അടുക്കളയുടെ വാതിലില്ലേ, അതെന്തോ അടയണില്ല, പുറത്തെ വാതില് അടയണില്ല. ഒന്ന് നോക്കണം കേട്ടാ. വെറുതെ നോക്കിയാ അതൊന്ന് പറഞ്ഞാ പോരാ, നോക്കണം. ഡാൻസ് കളിക്കാൻ വിടാതിരുന്ന അച്ഛനെ മകൻ
തലക്കടിച്ചു കൊന്നു. എന്താ അല്ല ഞാൻ ഡാൻസ് പ്രാക്ടീസിന് പോകാൻ വേണ്ടിട്ട് ചോദിക്കാൻ വന്നതാ. എന്ത് ഓ നീ ഡാൻസ് പ്രാക്ടീസിന് പോ. ഞാൻ മുമ്പ് എൻ്റെ അടുത്ത് ചോദിച്ചിരുന്നപ്പോൾ ഞാൻ വിടാതിരുന്നിട്ടുണ്ടാ? വിടാതിരുന്നിട്ടുണ്ടാ? ഇല്ല. അല്ല അങ്ങനെ വല്ല വിടാതിരുന്നിട്ടുണ്ടെങ്കിൽ നീ അതൊക്കെ മറന്നു കേട്ടാ. അച്ഛൻ പാവമാണ് വെറുതെ പറഞ്ഞത്. അച്ഛനെന്താ പറ്റിയത്? ഒന്നും പറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. അയ്യോ ബാലു, എന്റെ ബാഗിലിരുന്ന കാശ് കാണുന്നില്ല. കാശ് കാണില്ല. എത്ര രൂപ ഉണ്ടായിരുന്നു? 150 ഉണ്ടായിരുന്നു, 50 ഉണ്ട് ഇപ്പൊ. 100 രൂപ കാണില്ല. ഞാൻ എവിടെ പോയി? എനിക്കെങ്ങനെ അറിയാം? അപ്പൊ ഇന്നലെ മാത്രമല്ല കാശ് കാണണ്ടോ, അതിന് മുന്നേയും പോയിട്ടുണ്ട്. ഞാൻ ശ്രദ്ധിച്ചത് ഇന്നലെയാണെന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ പോയിട്ട് വരണം. അവന് അച്ഛൻ്റെ കാശ് പോയാ എന്ത്, അമ്മേടെ കാശ് പോയാ എന്ത്, അവന് പോണം. ഞാൻ കളിക്ക് പറഞ്ഞാണ്, മനസ്സിൽ നിന്ന് വെച്ചേക്കരുത്. ഞാൻ വെറുതെ പറഞ്ഞാണ്. ഒരു 100 രൂപ തരോ? എന്തോ ഒരു 100 രൂപ. ഇല്ല, ഇനി ATM മുന്നിൽ പോയി നിൽക്കാൻ സമയമില്ല, അതുകൊണ്ടല്ലേ. എന്തോന്നേ ഇന്നലെ തന്ന് ഇന്ന് വാങ്ങിച്ചിട്ടുണ്ട്. എല്ലാം കുറെ ആയല്ലേ. കണക്ക് പറയാനാണെങ്കിൽ കുറെ കണക്ക് അങ്ങോട്ടും പറയാനുണ്ട്. അങ്ങോട്ട് പറയാനുണ്ട് കണക്ക്. ഞാൻ പോട്ടെന്ന്. നില്ല പോവല്ലേ, എന്നെ ആ ജംഗ്ഷനിലേക്ക് കിടക്ക്. പോകുമ്പോ കളിച്ചളിച്ച് പോവല്ലേ, പറയാ ഒരു സാധനം ഉണ്ടെന്ന് ഓർമ്മ. വേണ്ട, പേപ്പറും വായിക്കണ ഒരു കുന്തവും വായിക്കണ്ട, എല്ലാം നെഗറ്റീവ്. നമുക്ക് പറഞ്ഞിട്ടുള്ള ഇതാണേ. എന്തോന്നത്, ജോലി ചെയ്യാനൊരു മൂടില്ല. ജോലി ചെയ്യണമെങ്കിൽ ടേബിളിൽ നിറച്ച് സാധനങ്ങൾ വേണം. എന്തോന്ന്, ഈ നാട്ടിൽ ആരും ഇലക്ട്രോണിക് സാധനങ്ങൾ കേടാവില്ലേ? അല്ല, അവരൊക്കെ ശരിയാക്കാൻ അറിയുന്നവരുടെ കയ്യിൽ കൊണ്ടു കൊടുക്കണ്ടാവും. വന്ന മകളെ എന്താ താമസിച്ചേ? താമസിച്ചെന്താ? നേരത്തെ എന്ത് നേരത്തെ താമസിച്ചെന്താ? അച്ഛൻ എന്ത് ചായ ഇട്ട് തരട്ടെ? ചായ? കാപ്പി ഇട്ടാരടാ? കാപ്പി എനിക്കൊന്നും വേണ്ട. കാശുവിന്റെ ബൂസ്റ്റ് കളി തരാം. എനിക്ക് വേണ്ട ഒന്നും. അച്ഛൻ എന്ത് പറ്റിയത്? അവനൊക്കെ ഏത് സമയം ഗുണമാറെന്ന് പറയാൻ പറ്റില്ല. നമ്മൾ സൂക്ഷിച്ചാൽ നമുക്ക് കൊള്ളാം. ഓ എപ്പോഴും ശ്രദ്ധിച്ചിരിക്കണം, എപ്പോഴാണ് പുറകെ കൊടുത്ത് അടിച്ചിട്ട് പോകണമെന്ന് പറയാൻ. വെറുതെ ഇരിക്കുക, വെറുതെ ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്നു. മക്കളെ ഒന്നും പ്ലാൻ ചെയ്ത് കളയല്ലേടാ ആവശ്യമില്ലാതെ കേട്ടാ. ഒന്നും പ്ലാൻ ചെയ്ത് കളയല്ലേ ആവശ്യമില്ലാതെ. എന്താ ഇത് പടി പോ, ഇത് പടി, ഡാൻസ് പ്രാക്ടീസ് ചെയ്യപ്പോ. ഈ ചിറക്ക ഉള്ളിടത്ത് ഇപ്പം എനിക്ക് ഇരിക്കാൻ പേടിയാവണം. എടി നിർത്തിയേ, നീ 4ാം ക്ലാസ് കഴിഞ്ഞാൽ സ്കൂളിൽ പോകത്തില്ല, ഉറപ്പ്. എടി മടുത്തടി, മടുത്ത്. താമസിച്ച ഞങ്ങള് കറക്റ്റ് സമയത്താണല്ലോ വന്നേ. നീ വാടേ, കഴുത്ത് കഴിയണ, നീ വാ ഇവിടെ ഒന്ന് സംസാരിക്കും. വാ. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? എന്ത് വിശേഷം? സ്കൂളിൽ ഒരു വിശേഷമില്ലേ? ഒന്നുമില്ല, സുഖം തന്നെ. നിനക്കാ? പിന്നെ വയ്ക്കോ. അതെ, വിശക്കണമെന്നൊന്നുമില്ലല്ലോ. പറഞ്ഞ വഴിയിൽ കഴിച്ചിട്ടില്ല ഒന്ന്? വാ വാടേ, വാ. നിങ്ങൾ ചെയ്യണത് ശരിയാ തെറ്റാ? എടേ ശരിയാ തെറ്റാ? ഈ തെറ്റെന്ന് അറിഞ്ഞു വെച്ചോണ്ട് നീ ചെയ്യാൻ പോയേ? അല്ല, എടാ നിങ്ങൾക്ക് വേണ്ടത് അച്ഛനും അമ്മയും കൂടെ വാങ്ങിച്ചു തരണമുണ്ട്. പിന്നെ എന്തിനാ അമ്മയുടെ പേഴ്സിൽ നിന്ന് പൈസ പൊട്ടിക്കാൻ പോയേ? വേണ്ടടേ, ഒന്നും പറഞ്ഞു. നിങ്ങളേത് ഞാൻ വിചാരിച്ചില്ല കേട്ടാ. എടേ ആദ്യമൊക്കെ പേഴ്സിൽ നിന്ന് പൈസ എടുക്കും, ചെറിയ ചെറിയ കള്ളത്തരങ്ങൾ കാണിക്കും. അത് കഴിഞ്ഞ് വലിയ കള്ളത്തരങ്ങൾ കാണിക്കും നിങ്ങൾ വലുതാകുമ്പോൾ. പിന്നെ ജീവിക്കാൻ വേണ്ടി കള്ളത്തരം ചെയ്യും. ഈ ആദ്യം മോട്ടിക്കണ ഒരു ഹരമായിരിക്കും.
പിന്നീട് മോട്ടിക്കാതെ ജീവിക്കാൻ വയ്യാത്ത അവസ്ഥയിൽ എത്തും. ഇല്ല ചാ, ഞങ്ങൾ ഇനി അങ്ങനെ ചെയ്യത്തില്ല ഉറപ്പ്. സത്യം സത്യം. ഒരിക്കൽ കള്ളം ചെയ്താ കള്ളനെന്ന് പേര് കേട്ട ജീവിത അവസാനം വരെ ആ പേര് കേൾക്കും. അതുകൊണ്ട് കള്ളം ചെയ്യരുത്. ഇല്ല ചെയ്തില്ല. സത്യം സത്യം. സത്യം. ആ വയ്ക്കോ. പിന്നെ അച്ഛാ ദൈവം അമ്മ അടുത്ത് പറഞ്ഞു കൊടുക്കരുത്. അമ്മ ഇങ്ങനെ പറഞ്ഞാൽ ഞങ്ങളെ കൊന്നുകളയും. ഞങ്ങള് പിന്നെ പടവലത്തോ ഏതെങ്കിലും പോയി നിൽക്കേണ്ടി വരും. പ്ലീസ് അച്ഛ പറയരുത്. പ്ലീസ് അമ്മ അടുത്ത് പറയല്ലേ അച്ഛാ പ്ലീസ്. ആ നോക്കട്ടെ. അച്ഛാ പറയില്ലടേ പോ. ഡ്രസ് മാറ പോ. ഞാൻ പറയുന്നു. ഉറപ്പ്. ആ ഉറപ്പ്. ആ കള്ളത്തരം കാണിക്കല്ലേ? കള്ളത്തരം കാണിക്കാതെ 100% ഉറപ്പ്. പറയരുത് അച്ഛാ. അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ നടപ്പല്ലേ. ആ വന്നാ നിനക്ക് എന്ത് പറ്റി? ഒന്നുമില്ല. ഒന്നിനെന്ന് പറഞ്ഞാ സുഖമില്ലേ? ഒന്നുമില്ലാന്ന് പറഞ്ഞില്ലേ? അവിടെ മാറിക്ക്, കുറച്ചങ്ങ് മാറിക്കാൻ. അവിടെ നിന്നാ മതി. നിനക്ക് എന്തോ പറ്റിയടി? ഒന്നുമില്ല, എനിക്ക് നല്ല സുഖമില്ല, കുറച്ചേരം കിടക്കട്ടെ. നല്ല സുഖമില്ലേ? ആ വിഷ്ണുവേ, വിഷ്ണു എന്താ അമ്മേ? ഇങ്ങ് വന്നേ. ആ അതാ പറഞ്ഞു. അമ്മയുടെ എന്താ ആ വാതിലും കടച്ചേ, വാതിലും കടച്ചേ. എന്താ ഒന്നും കേട്ടൂടല്ലേ? എന്തോ സീരിയസ് ആയ പ്രശ്നമുണ്ട് കേട്ടോ. നീ സാധനത്തിന് പ്രശ്നമായിരിക്കും. നോക്കിക്കോ ഇപ്പൊ കേട്ടോ. അച്ഛൻ ചെവി നോക്ക്. ഇപ്പൊ ഞങ്ങളുടെ ചെവിയോട് കുഴപ്പമാണെങ്കിലോ? ഉപ്പും മുളകും co-powered by Q Developers and 24news.com. ഞാൻ പോയിട്ട് വരാം. ആ എവിടെ പോകണ്ട? ചുമ്മാ പുറത്ത് വരും. ചുമ്മാ പുറത്താ? ആ ഈ സദ്യക്ക് എവിടെ പോണു? ചുമ്മാ പുറത്ത്. സ്ഥലത്തിന്റെ പേരല്ലടാ. ആ പോയിട്ടോ. നീ എവിടെ പോണു? ഞാൻ വിഷ്ണുവിന്റെ കൂടെ. എവിടെ പുറത്തു പോണാ? ഈ സദ്യ നേരത്താ? ഇവിടെ സ്ഥലത്തിന് പേരൊന്നുമില്ലേ? അതല്ല പറഞ്ഞു. ചെറുക്കടാടാ, നീ ഈ ഇവിടെ ഒരു തന്ത ജീവനോട് ഇരിപ്പുണ്ട് കേട്ടാ. ഞാൻ ചത്തിരി ഇറങ്ങി പോയാ മതി. അവര് പോയിട്ട് വരട്ടെ. എവിടെ പോണത്? അവര് പോയിട്ട് വരട്ടെ. എന്നോട് പറഞ്ഞിട്ടാ പോണേ. പോയിട്ട് വാ. എടി എവിടെ പോണെന്ന്? അതെന്നോട് പറഞ്ഞിട്ടുണ്ടല്ലോ, പോകേണ്ട കാര്യമാണെന്ന് എനിക്ക് തോന്നി. പോയിട്ട് വരട്ടെ. നീ വന്നൂനെ തുടങ്ങിയാണല്ലേടി? നിനക്ക് എന്ത്? ആ ഇനി എങ്ങനെ മതി? രണ്ടുപേരും അമ്മയുടെ അടുത്ത്, രണ്ടുപേരും അച്ഛൻ്റെ അടുത്ത്. നീ എന്താണേ പറയണത്? എന്തെങ്കിലും കാര്യം ഉണ്ടാവും, അതുകൊണ്ടായിരിക്കും. എന്തോന്ന് കാര്യം? ഒന്നുമില്ല. പറഞ്ഞ പ്രശ്നം എന്തോന്ന്? ഞാൻ പറഞ്ഞല്ലോ അങ്ങനെ മതിയെന്ന്. അങ്ങനെ തന്നെ. പ്രശ്നം പറഞ്ഞിട്ട് പോണി ഇങ്ങോട്ട്. എന്റെ ബാഗിൽ നിന്ന് കാശ് എടുത്ത എന്തിനാ? എന്റെ ബാഗിലിരുന്ന കാശ് എന്തിനാ എടുത്തേ? പുതിയ കള്ളമൊന്നും പറയാൻ നിൽക്കണ്ട. വിഷ്ണു എന്നോട് എല്ലാം വിളിച്ചു പറഞ്ഞു. അയ്യോ എനിക്ക് അതല്ല, എനിക്ക് നിങ്ങളുടെ കാര്യത്തിലല്ല. ഇവർ രണ്ടുപേരും എന്തിനാ എന്റെ ബാഗിൽ നിന്ന് കാശ് എടുത്ത്? എങ്ങനെ തോന്നി നിങ്ങൾക്ക് കാശ് എടുക്കാൻ? ഞാൻ സമാധാനത്തോടെ ഒന്ന് പറയാൻ വേണ്ടി ഇരിക്കായിരുന്നു കാര്യം. എന്നിട്ട് ഇത്രയും നേരമായിട്ടും പറഞ്ഞില്ലല്ലോ. പറഞ്ഞോ? സോറി. നീ മിണ്ടരുത്. എന്തേ? അച്ഛന്റെ പുന്നാരവനൊന്നും പറയാനില്ല ഇപ്പൊ? ചെയ്തത് തെറ്റാന്നറിയാം. ഞാൻ എന്തായാലും ഇനി അത് ആവർത്തിക്കത്തില്ല. ഞാൻ ആവർത്തിക്കില്ല അമ്മ, ഉറപ്പാ. ഇനി മേലെ ആവർത്തിക്കരുത്. ഇവര് കാണിച്ചതിലൊന്നും അല്ല എനിക്ക്. നിങ്ങൾ അതിന് കൂട്ടുന്നല്ല. എന്നിട്ട് അവരോട് പറഞ്ഞ് അമ്മയോട് പറയരുതെന്ന്. വിട്ട് കള. ഇതൊക്കെ എന്തോന്ന് അമ്മയെടുത്ത് പറയുന്നില്ല. എടാ കേശു, എങ്ങനെയാടാ നിനക്ക് എന്റെ ബാഗിൽ നിന്ന് പൈസ എടുക്കാൻ തോന്നിയത്? അതിപ്പോ അമ്മ എന്തേടാ കേശു, ഇത് എന്തിനാ? നീ എന്തോന്ന് നിന്നെ ഇതിനാണ് അതിനെ വളർത്തിയത്? അമ്മയുടെ കയ്യിൽ നിന്ന് അറിയാതെ പൈസ എടുക്കുക എന്തോന്നടാ കേശു? നാണകല്ലേടാ? അമ്മ ഞാൻ ഒരു കാര്യം പറയട്ടെ. ഈ അച്ഛനാണെങ്കിൽ കുറെ പ്രാവശ്യം അമ്മയുടെ ബാഗിൽ നിന്ന് പൈസ എടുക്കുന്നത് ഞാൻ കണ്ടു. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴാ? അമ്മ ഇവൻ മാത്രമല്ല ഞാനും കണ്ടു. അത് കൊറേ പ്രാവശ്യം.
500-ന്റെ നോട്ടൊക്കെ എടുത്തിട്ട് പോകുന്നത്. എന്നിട്ട് ഞാൻ ചോദിച്ചപ്പോ പറയാ ടൂൾസ് വാങ്ങണം എന്നൊക്കെ. അമ്മ അടുത്ത് പറയായിരുന്നു മിഠായി വാങ്ങിച്ചു തരാന്ന് അച്ഛൻ പറഞ്ഞു. എപ്പോഴും ഞാൻ എടുത്തിട്ടുണ്ട്, ഞാൻ എടുത്തില്ലെന്ന് പറയണില്ല. പക്ഷെ അത് ചില സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് എടുത്തിട്ടുണ്ട്. പക്ഷെ എടുത്തപ്പോഴൊക്കെ നിന്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്റെ കാശും കൊടുക്ക്. കാശിന്റെ 500 എടുത്തിട്ടില്ല. അല്ല പോട്ടെ, 500 കൂടുതലാണ്, കുഴപ്പമൊന്നുമില്ല. ഇതാ നല്ല പിടക്കണ നോട്ട് എടുത്തോ. ഇതെനിക്ക് വേണ്ട. ഇതാർക്ക് വേണം? ഇതെനിക്ക് വേണ്ട. ഇത് പഴയ 500 നോട്ടല്ലേ, ഇതെനിക്ക് വേണ്ട. ഇത് വേണ്ട. ഇതാർക്ക് വേണം ഈ നോട്ട്? ഇതാർക്ക് വേണ്ടാത്ത? എനിക്ക് വേണ്ടേ. പോയ 500-ന്റെ 1000-ന്റെ നോട്ടൊക്കെ ഇപ്പൊ അച്ഛൻ്റെ കൂട്ടായി. ഒരു വരിയില്ല. ചേക്കൻ സത്യം പറഞ്ഞു. പോക്കറ്റിൽ വെച്ചാ